ഇന്നത്തെ പ്രസംഗം ഞാൻ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ക്രിസ്മസിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ചകളിലൊക്കെ നമ്മൾ മനുഷ്യാവതാരത്തെ പറ്റിയൊക്കെ ചിന്തിക്കുക. ക്രിസ്മസിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കും. ഇനി എന്താണ് ക്രിസ്മസ്? ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അത് ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള പദ്ധതിയാണ് ക്രിസ്മസ്. ദൈവത്തിന്റെ ഈ പദ്ധതി മനുഷ്യനെ പറ്റിയുള്ളത് നാം കാണുന്നത് ഇന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു കേട്ടത് അത് മനുഷ്യന്റെ പതനത്തിന് ശേഷമാണ്. പർദീസ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് പിന്നീട് അവന് തുണയായി ഹവ്വയെയും സൃഷ്ടിച്ച് ദൈവം ഈ മനുഷ്യരെ പർദീസയിലാക്കി. അവർക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. സന്തോഷവും സമാധാനവും സംതൃപ്തിയും സംരക്ഷണവും മറ്റ് ഒട്ടനവധി അനുഗ്രഹങ്ങളും നൽകി ദൈവം അവരെ പരിപാലിച്ചു. ഇതിൽ അസൂയ കൊണ്ട് പിശാച് എങ്ങനെയെങ്കിലും മനുഷ്യരെ പർദീസയിൽ നിന്നും പുറത്തു കാണിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിലവർ വിജയിച്ചു. ഹവ്വയിലൂടെ അവരത് പ്രാവർത്തികമാക്കാൻ സാധിച്ചു. മനുഷ്യൻ ദൈവത്തിൽ മറന്നു പർദീസയിൽ വസിക്കാൻ അവർക്ക് പിന്നെ യോഗ്യതയില്ലാതെ മനുഷ്യനും സ്ത്രീയും പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ച മനുഷ്യർ ആ ദൈവാനുഭവം നഷ്ടപ്പെട്ട് പരസ്പരം പഴിയായി കഷ്ടതയും കല്ലുകളോടും മുള്ളുകളോടും മല്ലിട്ട് ജീവിതം നയിക്കുന്നതാണ് പിന്നെ നാം കാണുക. പക്ഷേ ദൈവം അവരെ കൈവിടുന്നില്ല. പിശാചിനെ ശപിച്ചുകൊണ്ടും മനുഷ്യന് പ്രത്യാശ നൽകിക്കൊണ്ടും അവിടുന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-14 വാക്യം, നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർത്ത് നീ അവന്റെ കുതികാലിൽ ദംശിക്കുകയും ചെയ്യും. ഇനി എന്താണ് ഇതിനെപ്പറ്റി സഭ പറയുന്നത്? ഈ പ്രവചനത്തിന്റെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ യേശുക്രിസ്തു സന്തതി തന്റെ പീഡാനുഭവം മരണവും ഉത്ഥാനം വഴി പിശാചിന്റെ മേൽ വിജയം നേടി. ഇതിന്റെ ഒരു ദൃശ്യം യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. യോഹന്നാന് കിട്ടിയ വെളിപ്പാട് 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ വസ്തുത കൃത്യമായിട്ട് കാണുന്നുണ്ട്. അത് പ്രതീകാത്മകമായിട്ടാണ് അവിടെ കാണുക. അതിങ്ങനെയാണ്: സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയണിയാക്കിയ ഒരു സ്ത്രീ, അവരുടെ പാദങ്ങൾ കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം. അവർ ഗർഭിണിയായി. ഈറ്റ് നോവാലും പ്രസവ ക്ലേശത്താലും അവൾ നിലവിളിച്ചു. ആകാശത്തിൽ മറ്റടയാളം കണ്ടു. ഇതാ തീ നിറമുള്ള ഒരു മഹാവ്യാളി. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാളി അവളുടെ മുമ്പിൽ നിന്നു. യേശു ജനിച്ചപ്പോൾ ഹെറോദോസ് അവനെ കൊല്ലാൻ വേണ്ടി പണിയെടുത്തത് നമ്മൾ ഓർക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ പ്രവചനങ്ങൾ നമ്മൾ കാണേണ്ടത്. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാളി അവളുടെ മുമ്പിൽ നിന്നു. അവളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനതകളെ ഇരുമ്പ് തട്ടുകൊണ്ട് മേയിക്കാനുള്ളവരാണ് അവൻ. ഇതിനെപ്പറ്റി മലാഖ എന്ന് പറയുന്നത്, അവൻ സകല ജനതകളെയും ഇരുമ്പ് തട്ടുകൊണ്ട് മേയിക്കുന്ന മലാഖ ഈ മറിയത്തിന് കൊടുക്കുന്ന ആ ഒരു മെസ്സേജിൽ പറയുന്നു. അവരുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. എന്തായാലും
ഈശ്വരന്റെ പീഡാസഹനം മരണോത്ഥാനം വഴി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതാണ് പറയുന്നത്. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്നുള്ള സിനിമ കാണുമ്പോൾ യേശു മരിച്ചതിന് ശേഷം പിശാചിന് സംഭവിക്കുന്ന ഒരു കാര്യം സിംബോളിക്കായിട്ട് അത് കാണിക്കുന്നത്. അവനാകെ പരിഭ്രാന്തനായി, അവനാകെ നശിച്ച് തഴകി വീഴുന്ന ഒരു ഉന്നതത്തിൽ നിന്ന് പതിക്കുന്ന ഒരു കരിവേട്ടാണ് നമ്മൾ ഇവിടെ സിംബോളിക്കായിട്ട് അദ്ദേഹത്തിന്റെ വെളിച്ചത്തിലാണുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അനന്തരം സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേൽ ദൂതന്മാരും വ്യാളിയോട് പോരാടി. വ്യാളിയുമാണ് ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ വിജയിച്ചില്ല. സ്വർഗത്തിൽ അവർക്ക് ഇടവില്ലാതായി. ആ മഹാവ്യാളി സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന പിശാചെന്ന് സാത്താനെന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവരുടെ ദൂതന്മാരും സ്വർഗത്തിൽ ഒരു വലിയ സ്വരം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തി, രാജ്യവും അവിടുത്തെ അഭിഷേകത്തിന്റെ അധികാരവും ആഗതമായിരിക്കും. എന്നാൽ രാപ്പകൽ ദൈവസമക്ഷം നമ്മുടെ സഹോദരർക്കെതിരെ കുറ്റം ആരോപിച്ചുകൊണ്ടിരുന്ന കുറ്റാരോപകർ വലിച്ചറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. മരണത്തിന് മുമ്പിൽ പോലും അവർ സ്വജീവനെ സ്നേഹിച്ചില്ല. അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആഹ്ലാദിക്കും. എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ തനിക്കുള്ളൂ എന്നത് വലിയ കോപത്തോടെ പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി. അപ്പോൾ മനുഷ്യൻ നഷ്ടപ്പെട്ട പർദീസ അവനെ നേടിത്തരാൻ ദൈവം തന്റെ സന്തതിയെ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് ക്രിസ്മസ്. അവൻ പിശാചിനെ പരാജയപ്പെടുത്തി. അവനും ജീവിക്കുമ്പോഴാണ് നമുക്ക് പിശാചിനെ പരാജയപ്പെടുത്താൻ സാധിക്കുക. എന്നാണ് മനസ്സിലാക്കുന്നത്. അവന് ജീവിക്കണം. അതുകൊണ്ടാണ് ഈശോ നമുക്ക് ജീവിതത്തിന്റെ പ്രമാണങ്ങൾ നൽകിയത്. ഈശോ പറയുന്നത് എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനോ. ഈ പർദീസയിൽ വെച്ച് മനുഷ്യനെ പുറത്താക്കിയതിനു ശേഷം ജീവന്റെ വൃക്ഷം തൊടാൻ അവന് കഴിയാത്ത വിധത്തിൽ ദൈവം പുറത്താക്കി. യേശുക്രിസ്തു എന്ത് ചെയ്തു? ഈ ജീവന്റെ വൃക്ഷം ആ മനുഷ്യന് പിന്നീട് നൽകുകയാണ് ചെയ്തത്. അതായത് പുറത്താക്കപ്പെട്ട പർദീസയിൽ നിന്ന് യേശുക്രിസ്തു വരികയാണ് മനുഷ്യനെ പർദീസയിൽ വാതിൽ തുറന്നവൻ അകത്താക്കാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവൻ അകത്ത് പ്രവേശിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ജീവന്റെ പ്രമാണങ്ങൾ അവൻ ഓർക്കണം. കാരണം ഈ പ്രമാണങ്ങൾ ധിക്കരിച്ചതുകൊണ്ടാണ് ആദത്തിന്റെ ഹവ്വയ്ക്ക് പർദീസ നഷ്ടപ്പെട്ടത്. കേട്ടോ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ അവൻ ജീവിക്കുമ്പോൾ ജീവന്റെ പ്രമാണങ്ങളെ ഗൗരവമായിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഈ അരൂപിയായ അന്തരീക്ഷ ശക്തിയിൽ നിന്നും സംരക്ഷിതരാകാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തിന്റെ ദേവൻ പിശാച മനുഷ്യ ഹൃദയങ്ങളെ അവൻ അന്ധമാക്കി. അപ്പൊ അതുകൊണ്ട് മനുഷ്യര് ഇന്നും പലരും ഈ പൈശാചികമായ അടിമത്തത്തിന് വിധേയമായിട്ട് ജീവിച്ചുകൊണ്ട് നരകത്തിന്റെ സന്ധികളായിട്ട് മാറുന്നു. അതാണ് ദൈവം പിശാചിനെ പരാജയപ്പെട്ടത്. പക്ഷെ ദൈവത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് പിശാചിനെ പരാജയപ്പെടാൻ സാധിക്കുന്നത്. ഈ ദൈവ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ടും അതറിയാൻ പാടില്ലാണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് നമ്മൾ ഈസിയായിട്ട് നമ്മൾ വിധേയരാവുകയാണ് ചെയ്യുക. നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നു. അപ്പൊ നമുക്ക് അതിനാൽ സ്വർഗ്ഗമേൽ വസിക്കുന്നത് ആഹ്ലാദിക്കില്ല. എന്നാൽ ഭൂമിയെ സംസർവേ നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയം എനിക്കുള്ളൂ എന്നറിഞ്ഞ് വലിയ കോപത്തോടെ പിശാച് നിങ്ങളുടെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവകൽപ്പനകൾ പാലിക്കാതെ ഈ ലോകത്ത് ജീവിക്കുന്നവരെ കീഴ്പ്പെടുത്താൻ പിശാചിന് എളുപ്പമാണ്. കാരണം there is no fight. അവിടെ ഫൈറ്റ് ഇല്ല. അതാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
പക്ഷെ ഫൈറ്റ് വരുന്നത് എവിടെയാണ്? ദൈവകൽപ്പന പാലിക്കുന്നവർ കണ്ടോ, ദൈവകൽപ്പന പാലിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവർക്ക് യുദ്ധം ചെയ്യാൻ കണ്ടോ. ഫൈറ്റ് വേണ്ടത് ആരോടാണ്? നിങ്ങൾ പറയൂ, ഗ്രഹിക്കുന്ന ആളുകൾ പറയൂ. ഫൈറ്റ് പിശാച് നടത്തണമെങ്കിൽ അത് ദൈവവചനം അറിയാവുന്നവരാണ് ഫൈറ്റ് നടത്തേണ്ടതായിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതാണ് ദൈവകൽപ്പനകൾ പാലിക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവർ സാക്ഷ്യം വഹിക്കുന്നവരാണ് ഈ ഭൂമിയിൽ. അവരുടെ സന്താനങ്ങളെ ശേഷിച്ചിരുന്നവർ യുദ്ധം ചെയ്യാനാണ് പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ, മണൽത്തിട്ട എന്ന് പറയുന്നത് എന്താണ്? പാറപ്പുറമല്ല. മണൽത്തിട്ട എന്ന് പറഞ്ഞാൽ എന്താ? ഈ യുദ്ധത്തിൽ അത്യന്തികമായിട്ട് ജയിക്കപ്പെടുന്നതാരാ? മനുഷ്യരാണ്. ദൈവകൽപ്പനകൾ പാലിക്കുന്ന മനുഷ്യന് ചെയ്യും. കാരണം അവൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? കാരണം അവന് ദൈവം യേശുക്രിസ്തു പരാജയപ്പെടുത്തി അവർക്ക് മാനത്തിട്ട് നിൽക്കാനേ പറ്റും. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ നാടൻ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടേതായ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കുറച്ച് നാൾ മുമ്പ് ഞാനൊരു പയ്യനുമായിട്ട് സംസാരിക്കുമ്പോൾ കൗൺസിലിംഗിലാണ്. അവൻ പറയുന്നൊരു കാര്യം ഇതാണ്: അച്ഛൻ, എനിക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാകണം. അവൻ ലഹരിക്ക് അടിപ്പെട്ടവനായിരുന്നു. അവൻ അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അവനിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവനൊരു ആശ്വാസവും സമാധാനവും അവൻ ചിന്തിക്കണം എന്താണ്? ഇനി പുറത്തിറങ്ങിയിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. അതിനകത്ത് വല്ല അപകടമുണ്ടോ? നിങ്ങൾ പറഞ്ഞേ, ആ ആശയത്തിൽ വല്ല അപകടമുണ്ടോ? കേൾക്കുമ്പോൾ അവൻ യുവാവല്ലേ, അവൻ സമ്പാദിക്കട്ടെ. പക്ഷെ അപകടം എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കണം, സമ്പാദിക്കുന്നത് തെറ്റില്ല, പക്ഷെ നീതിപൂർവമായിരിക്കണം സമ്പാദിക്കുക. അത് ദൈവവചനമാണ്. അതറിയില്ലെങ്കിൽ നാളെ എങ്ങനെയെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും സമ്പാദിക്കുക എന്ന ഒരു പ്രമാണത്തിൽ അവർ എത്തിച്ചേരും. അത് പിശാചിന്റെ ചുണ്ടയാണ്. അപ്രകാരം സമ്പാദിക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ അവൻ പൈശാചിക അടിമത്തത്തിന് കീഴടങ്ങും. അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ലെന്ന് മാത്രമല്ല, ഇനി എത്തിയാലും അത് അവൻ ഒരിക്കലും സമാധാനമോ സന്തോഷമോ ജീവിതത്തിൽ പ്രദാനം ചെയ്യില്ല. കാരണം ദൈവവചന പ്രകാരം പറയുന്നു, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും ആരംഭം. എന്താ വചനം പറയുന്നത്? ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും ആരംഭം. അപ്പൊ ഈ ദൈവവചനം അറിയാവുന്ന വ്യക്തികളെ പെട്ടെന്ന് കീഴടക്കാൻ ആർക്ക് കഴിയില്ല? പിശാചിന് കഴിയില്ല. കാരണം അത് ദൈവം ആത്മാവിനാൽ അവരെ നയിക്കും. പൈശാചിക ശക്തികളെ തകർക്കാനായിട്ട് അവർക്ക് സാധിക്കും. കാരണം യേശു പൈശാചിക ശക്തികൾ തകർത്തു. തന്റെ കുരിശുമരണത്താലും ഉത്ഥാനത്താലും ആ യേശു ക്രിസ്തു ജീവിക്കുന്നവർക്ക് ഈ പൈശാചിക ശക്തികളെ തകർക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്മസ് നമുക്ക് നൽകുന്നത് എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് ഇതാണ്: ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള പദ്ധതിയാണ് ക്രിസ്മസ്. ഈശോയെ ദൈവം നമുക്ക് നൽകി. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. സ്വന്തം പുത്രൻ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശു നമ്മളിൽ എന്നും ജീവിക്കണം. അതാണ് ക്രിസ്മസ്. പിതാവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും സാന്ത്വനത്തോടെ നിന്ന്